എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം അങ്ങനെതാ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ആ ദശമസ്കന്ധം വരെ എത്തി നിൽക്കുന്നു. നമ്മൾ കാത്തിരുന്ന ആ ദശമസ്കന്ധത്തിലേക്ക് പ്രവേശിച്ചു. ഭഗവാന്റെ ആ ബാലലീലകളൊക്കെ കേൾക്കാനുള്ള ആ ഭാഗ്യം നമുക്ക് സിദ്ധിച്ചിരിക്കുകയാണ്. ഇതേവരെ അങ്ങനെ ഒരു തടസ്സം കൂടാതെ ഭാഗവത ഗംഗ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ ബാലലീലകൾ കേട്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തിലിങ്ങനെ ആ കണ്ണൻ നൃത്തം ചെയ്തുകൊണ്ട് ഇരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ബാക്കിയുള്ള അധ്യായങ്ങളും ഭഗവാന്റെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെ പാദങ്ങളിലും നമസ്കരിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ് ഭാഗവത ദശമസ്കന്ധ പ്രഥമോധ്യായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാത് ഇതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽസൂരയ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാൽ. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസം ആലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. യം പ്രവ്രജന്തമനുപേതമാ അപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ. പുത്രേതി തന്മയതയാതരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യസ്യ ഭാഗവതവ്യാഖ്യ സർവേഷാം ഭക്തിദാ നൃണാം സയേവ കരുണാ സിന്ധു ബോധിതാത്മാ ഗുരുർമമ. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാൽ. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്തിർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യ ദാസോഹം തവ കേശവ. ശുകരൂപാ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതൽ കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. കരചരണകൃതം വാ കർമ്മ വാ കായജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം
വിദിതമൗദിതം വാ സർവമേതൽക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ നമഃ പാർവതീപതേ ഹര ഹര മഹാദേവ കാരുണ്യാമൃതവാരിധിം കരലസൽക്കോദണ്ഡബാണോജ്വലം സീതാചിത്തസരോജചാരുമിഹിരം ദുർവാദളശ്യാമളം ശ്രീമദ്വായുസുതേന ലാളിതപദാംഭോജം പരം ദൈവതം ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം വില്വാത്രിനാഥം ഭജെ ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം ആഞ്ജനേയസ്വാമിക്ക് ജയ് അനന്യത്രാണേകപ്രവണഹൃദയേ ദേവി ദിശമേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സത്പ്രകരപരമാഹ്ലാദജനനീം കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ ആനന്ദമാധവ വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥപ്രതിപത്തയേ ജഗതഃപിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ ഗംഗണപതയേ നമഃ സംസരസ്വത്യേ നമഃ ഗുരുഭ്യോ നമഃ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീരാജോവാച കഥിതോ വംശവിസ്താരോ ഭവതാ സോമസൂര്യോ രാജ്ഞാം ചോഭയവംശ്യാനാം ചരിതം പരമാത്ഭുതം. നവമസ്കന്ധത്തിന്റെ ഒടുവില് വളരെ സംഗ്രഹിച്ച് അതിസംഗ്രഹമായിട്ട് പറഞ്ഞു നിർത്തിയ ആ ശ്രീകൃഷ്ണ അവതാര കഥ കേട്ട പരീക്ഷിച്ച് ചോദിച്ചു. സൂര്യ സോമവംശങ്ങളെ വിസ്തരിച്ച് വർണ്ണിച്ചത് അടിയൻ സശ്രദ്ധം കേട്ടു ഹേ ഗുരു. അതില് പൂർണ്ണ അവതാരം ചെയ്ത ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകള് അടിയന് കേട്ടു മതിയായില്ല. ആ ഭീഷ്മൻ, ദ്രോണൻ മുതലായിട്ടുള്ള ആ മകര മത്സ്യങ്ങളാൽ നിറയപ്പെട്ട കൗരവ സൈന്യ സാഗരത്തെ അടിയന്റെ പിതാമഹന്മാര് ഒരു പശുക്കുട്ടിയുടെ പദത്തെ എന്ന പോലെ, വത്സപദത്തെ എന്ന പോലെ നമ്മൾ പറയണത് തരണം ചെയ്തത്. അവരെല്ലാവരും തരണം ചെയ്തത് ആ പാണ്ഡവപ്രിയന്റെ കരുണ കൊണ്ട് മാത്രല്ലേ. അതിൽ പരീക്ഷിച്ചു മഹാരാജാവ് ആ ഉപമ പറഞ്ഞിരിക്കുന്നത് പശുക്കുട്ടിയുടെ കുളമ്പിന്റെ ആ കുളമ്പിന്റെ പാടുണ്ടാവുമല്ലോ, അതിലിങ്ങനെ ഒരു വെള്ളം നിറഞ്ഞു കിടന്ന എത്ര വെള്ളം ഉണ്ടാവും, അതിനെ ഇങ്ങനെ കടക്കാൻ ഒരു വിഷമമില്ലല്ലോ. അതുപോലെ ഈ മഹാസാഗരത്തെ ഈ പാണ്ഡവന്മാരും കടന്നത്, ഭീഷ്മ ദ്രോണാദി ആ കൗരവന്മാരും പാണ്ഡവന്മാരും അല്ലെ. അങ്ങനെയുള്ള ആ കൗരവ സൈന്യത്തെ പാണ്ഡവന്മാര് അവരെല്ലാവരും യുദ്ധത്തിൽ ജയിച്ചില്ലേ. അത് കടന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കരുണ കൊണ്ടല്ലേ. വെറും ഒരു കുളമ്പിന്റെ അടി പോലെ, അതിൽ വെള്ളം നിറഞ്ഞ പോലെ ഈ വലിയ സാഗരത്തിനെ അവര് കടന്നു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതാണ് ഈ വത്സപദത്തെ എന്ന പോലെ എന്ന് പറഞ്ഞത്. അശ്വത്ഥാമാവിന്റെ അസ്ത്രശക്തി കൊണ്ട് മാതൃഗർഭത്തിൽ വെച്ച് മൃതനായ അടിയനെ ജീവിപ്പിച്ചതും ആ കരുണാർണവനാണ്. അങ്ങനെയുള്ള ആ പാണ്ഡവപ്രിയന്റെ കഥാമൃത് അടിയനെ ആസ്വദിച്ചില്ലെങ്കിൽ അതിൽ പരം കൃതജ്ഞത മറ്റൊന്നുമില്ല. ഗുരു, സർവജ്ഞനായ ഗുരു, അവിടുത്തെ ആ തിരുമുഖ പത്മത്തിൽ നിന്നും നിർഗളിച്ചു കൊണ്ടിരിക്കുന്ന കൃഷ്ണ കഥാമൃത് പാനം ചെയ്തുകൊണ്ടിരിക്കുന്നവന് വിശപ്പോ ദാഹോ ക്ഷീണോ ഒന്നും ബാധിക്കണില്ല. അതുകൊണ്ട് ഇന്ദിരുവടി ഭഗവാന്റെ അവതാര ലീലകളെ വിസ്തരിച്ചു പറഞ്ഞു തന്ന് അനുഗ്രഹിക്കണേ. ഇങ്ങനെ പറഞ്ഞപ്പോ ആ കണ്ണന്റെ കണ്ണിലുണ്ണിയായ പരീക്ഷത്തിന്റെ ആ ചോദ്യം കേട്ട് വ്യാസപുത്രനായിട്ട് ഋഷിക ബ്രഹ്മർഷിക്ക് ഏറ്റവും സന്തോഷമായി, സന്തുഷ്ടനായി അദ്ദേഹം. അങ്ങനെ കഥ പറയാൻ ആരംഭിക്കുകയാണ്. പറയണു, അല്ലയോ രാജർഷേ,
പണ്ട് ദേവാസുര യുദ്ധത്തില് ഭഗവാന്റെ തൃക്കൈകളാൽ മരണം സിദ്ധിച്ചിട്ടുകൂടി മോക്ഷം കിട്ടാതെ കാലനേമി പ്രഭൃതികളായ അസുരന്മാര് ഭൂമിയിലെ രാജകുലത്തിൽ വന്ന് ജനിച്ചു. ഇപ്രകാരം ദുഷ്ടജനങ്ങളുടെ ഭാരം കൊണ്ട് പീഡിതയായ ഭൂമിദേവി ഗോരൂപിണിയായിട്ട് ദേവന്മാരോടുകൂടി ബ്രഹ്മാവിന്റെ സഭയിൽ ചെന്ന് സങ്കടം പറഞ്ഞു. ബ്രഹ്മദേവൻ എല്ലാവരോടും കൂടി കൈലാസത്തിൽ ചെന്ന് ശങ്കരമൂർത്തിയോടും കൂടി പാലാഴി തീരത്തെത്തി. എല്ലാവരും ഭക്തിപരവശന്മാരായിട്ട് ആ പുരുഷ സൂക്ത മന്ത്രത്താൽ ഭഗവാനെ സ്തുതിച്ചു. സ്തുതി കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ ബ്രഹ്മാവിനോട് അശരീരിയായിട്ട് അരുളി ചെയ്തു, ഭൂമിയുടെ ഭാരം ഞാൻ അറിയുന്നു. ഭൂഭാരഹരണത്തിനായി ഞാൻ യദുവംശത്തിൽ വസുദേവപുത്രനായി അവതരിക്കുന്നതാണ്. സംഘർഷണൻ ജ്യേഷ്ഠനായി അവതരിക്കും. മഹാലക്ഷ്മിയും സാക്ഷാൽ ദുർഗയും അവതരിക്കും. അത് കേട്ടിട്ട് ഇത്രയും ഭഗവാന്റെ ഈ അരുളപ്പാട് കേട്ട് ദേവന്മാര് പരമസന്തുഷ്ടന്മാരായിട്ട് അതാത് ദിക്കിലേക്ക് മടങ്ങുകയും ചെയ്തു. ബാക്കിയുള്ള കഥകള് നമുക്ക് ഇനി കേൾക്കാം. അപ്പോ ശ്രീകൃഷ്ണ കഥ കേൾക്കുന്നതിൽ പരമസന്തുഷ്ടനായ പരീക്ഷിത് രാജാവ് പറഞ്ഞു, ചന്ദ്രനിൽ നിന്നും സൂര്യനിൽ നിന്നും ഉണ്ടായ വംശത്തിന്റെ വിസ്താരത്തെയും ആ രണ്ട് വംശത്തിൽ ജനിച്ച രാജാക്കന്മാരുടെ അത്യത്ഭുതകരമായ ഓരോ കഥകളും അങ്ങ് അരുളി ചെയ്തു. അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. യഥോശ്ച ധർമ്മശീലസ്യ നിതരാം മുനിസത്തമ തത്രാംശേനാവതീർണസ്യ വിഷ്ണോർവീര്യാണി ശംസന. ഹേ മുനിശ്രേഷ്ഠ, ഭഗവത് ഭക്തിയുള്ളതിനാൽ ധർമ്മശീലനായിരിക്കുന്ന യദുവിന്റെ വംശത്തെയും അങ്ങ് സ്പഷ്ടമായി വർണ്ണിച്ചു പറഞ്ഞു. ആ വംശത്തിലെ ഭഗവാന്റെ അംശം തന്നെയായിരിക്കുന്ന ബലഭദ്രരോടുകൂടി അവതരിച്ച ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ പ്രഭാവാതിശയങ്ങളെ ഞങ്ങളോട് വിസ്തരിച്ചു പറയണേ എന്ന് പറയാണ്. അവതീരേതോർവംശേ ഭഗവാൻ ഭൂതഭാവന കൃതവാൻ യാനി വിശ്വാത്മാ താനി നോവത വിസ്തരാൽ. യദുവിന്റെ വംശേകുലത്തിൽ അവതരിച്ചിട്ട് ഭൂതഭാവന, ഭൂതങ്ങളെ രക്ഷിക്കുന്നവനും വിശ്വാത്മാ, ലോകത്തെ വ്യാപരിപ്പിക്കുന്നവനും ആയ ഭഗവാൻ ഷഡ്ഗുണ പരിപൂർണൻ. യാനി, യാതൊരു കർമ്മങ്ങളെ കൃതവാൻ ചെയ്തു, താനി അവയെ ന ഞങ്ങളോട് വിസ്തരാൻ വിസ്തരിച്ച് വധ പറയണമേ. സകല ചരാചരങ്ങളിലും ചൈതന്യരൂപേണ വിളങ്ങുന്നവനായകയാൽ നോക്കുന്ന ദിക്കിലൊക്കെ സ്പഷ്ടമായിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ യദുവംശത്തിലെ അവതരിച്ച ശേഷം അവതാര പ്രയോജനത്തെ നിർവഹിക്കാൻ വേണ്ടി ദുഷ്ടനിഗ്രഹം, ശിഷ്ടപരിപാലനം മുതലായ എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്തത് അതൊക്കെ എല്ലാം വിസ്തരിച്ച് ഞങ്ങളെ പറഞ്ഞു കേൾപ്പിക്കണേ. അതാ നവമസ്കന്ധത്തില് ചുരുക്കി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഒട്ടും തൃപ്തിയായിട്ടില്ല എന്നാണ് പരീക്ഷിത് മഹാരാജാവ് പറഞ്ഞതിന്റെ സാരം. നിവൃത്തദർശേരുപഗീയമാനാൽ ഭവൗഷധാൽ ശ്രോത്രമനോഭിരാമാൽ കൗത്തമ ശ്ലോക ഗുണാനുവാദാൽ പുമാൻ വിരജ്യേത വിനാ പശുഘ്നാൽ. ലോകത്തില് ജീവൻ മുക്തന്മാരെ, മുമുക്ഷുക്കളെ, വിഷയികളെ എന്നിങ്ങനെ 3 തരക്കാരായുള്ളവരിൽ ആരും ഭഗവത് കഥ കേട്ടത് മതിയായി എന്ന് വിചാരിക്കില്ല. എന്തുകൊണ്ടെന്നാൽ സർവവും അറിഞ്ഞതിനാൽ യാതൊരു വിഷയസുഖത്തെയും ആഗ്രഹിക്കാതെ ആ സ്വരൂപ ആനന്ദത്തെ അനുഭവിച്ച് ആത്മാരാമന്മാരായിരിക്കുന്ന ജീവൻ മുക്തന്മാർക്ക് ഭഗവത് കഥകളേക്കാൾ മീതെ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ഭഗവാന്റെ ആനന്ദ രൂപത്തെ കുറിച്ച് അവരിങ്ങനെ ഗാനം ചെയ്യണം. ഈ ലോകം ദുഃഖം കൊണ്ട് നിറഞ്ഞതാണ്. ഇതിൽ നിന്ന് വിട്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന മുമുക്ഷുക്കളുടെ സംസാര ദുഃഖത്തെ നശിപ്പിക്കുന്ന ആ ദിവ്യ രസായനം ആയതുകൊണ്ട് അവരും ദിവ്യലീലകൾ വർണ്ണിച്ച് കാലം കഴിക്കുന്നു. ശബ്ദമാത്ര ശ്രവണത്താൽ കാതുകളെയും അർത്ഥാലോചന ചെയ്യുന്ന അവസരത്തിൽ മനസ്സിനെയും ആനന്ദിപ്പിക്കുന്ന ഭഗവത് കഥകൾ കേൾക്കുന്നത് കൊണ്ട് ഇഹത്തിലും പരത്തിലും ശ്രേയസ് വർദ്ധിക്കും എന്ന വിശ്വാസത്തോടു കൂടി കേവല വിഷയികളും ഭഗവത് കഥയിൽ താല്പര്യമുള്ളവരായിരിക്കുന്നു. ഇങ്ങനെ എല്ലാവരാലും അസാധ്യമായിരിക്കുന്ന ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ മതി മതി എന്ന് വിചാരിക്കുന്നവരാരുള്ളത്? അഥവാ ഉണ്ടെങ്കിൽ അവൻ പ്രാണികളെ ഹിംസിച്ചു നടക്കുന്ന വ്യാധൻ മാത്രമായിരിക്കും. പരീക്ഷിത് മഹാരാജാവ് പറയണം, ഞാൻ ആദ്യം പറഞ്ഞ ആ ജീവൻ മുക്തന്മാരിലും മുമുക്ഷുക്കളിലും ഉൾപ്പെടുകയില്ലെങ്കിൽ കേവല വിഷയങ്ങളുടെ കൂട്ടത്തിലെങ്കിലും ഉൾപ്പെടാതിരിക്കില്ല.
അതുകൊണ്ട് ശ്രീഹരിയുടെ കഥ കേൾക്കാൻ വളരെ താല്പര്യമുണ്ടെന്നാണ് പരീക്ഷിത്ത് മഹാരാജാവ് പറയണത്. ഈ ശ്ലോകത്തിലെ ഈ കഥാശ്രവണം സംസാര രോഗത്തെ നശിപ്പിക്കുന്ന ഔഷധമായിട്ട് കൽപ്പിച്ചിരിക്കുന്നു. ഭവൌഷധാൽ ശ്രോത്ര മനോഭിരാമ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഔഷധത്തിന് ഭഗവത് കഥയോടുള്ള സാദൃശ്യം സാമാന്യമായിട്ടുണ്ട് പക്ഷെ സമ്പൂർണമായിട്ടില്ല. എന്താ വെച്ചാ രണ്ടിനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അല്ലെ. രോഗമില്ലാത്തവര് ഔഷധം സേവിക്കില്ല. പക്ഷെ ഇവിടെ സംസാര രോഗമില്ലാത്ത ജീവമുക്തന്മാരും ഭഗവത് കഥാദി ദിവ്യരസായനം ആസ്വദിക്കണം. അവർക്ക് രോഗമൊന്നും ഇല്ലെങ്കിലും അവര് ഈ കഥാരസമാകുന്ന ദിവ്യരസായനം ആസ്വദിക്കണം. അപ്പൊ ഔഷധ സേവയാൽ രോഗനാശം ഉണ്ടാകുമെന്ന് നിശ്ചയിക്കാൻ പറ്റില്ല. ഔഷധം സേവിച്ചാൽ മുഴുവൻ മാറുമെന്ന് പറയാൻ പറ്റില്ല. അഥവാ മാറിയാൽ തന്നെ വീണ്ടും രോഗം ഉണ്ടാകാം. പക്ഷേ ഈ കഥാശ്രവണത്തിന് ഈ രണ്ടു ദോഷവും ഇല്ല. ഒരേ ഔഷധം എല്ലാ രോഗത്തിനും ശാന്തികരവുമല്ല. അതെ, എല്ലാ രോഗം മാറില്ല ഒരേ ഔഷധം. ഭഗവത് കഥയോ ജനന മരണ രൂപമായ ഈ സംസാര രോഗത്തെ രണ്ടാമത് വരാത്ത വിധം നശിപ്പിക്കും. പിന്നെ ഔഷധം എന്നങ്ങോട്ട് കേട്ടാൽ തന്നെ ശ്രോത്രത്തിന് സുഖം ഉണ്ടാവില്ല. സേവിച്ച മനസ്സിനും ഹൃദ്യൊന്നും ആയിരിക്കണം എന്നില്ല. ചിലപ്പോ കയ്പുള്ളതൊക്കെ ആയിരിക്കും. എന്നാലോ കഥാമൃതം അങ്ങനെയാണോ? അല്ല. കേട്ട മാത്രത്തിൽ തന്നെ ശ്രോത്രവും അർത്ഥ ആലോചനയില് മനസ്സും ആനന്ദിക്കും. ഇനിയും കുറേ ഭേദങ്ങൾ ഉള്ളത്, വ്യത്യാസങ്ങൾ ഉള്ളത്. അത് ബുദ്ധിമാന്മാർക്ക് അത് ഊഹിച്ചറിയാമെന്ന് പറയണു. അതിന് ഇത്ര മഹത്തായിരിക്കുന്ന ഈ ഭഗവത് കഥാദി ദിവ്യ ഔഷധ സേവയിൽ വിരക്തനായി ഭവിക്കുന്നവൻ മഹാപാതക സംഘത്തിന്റെ ഇരിപ്പിടമായിരിക്കുന്നവൻ തന്നെ എന്ന് നിശ്ചയിക്കണം എന്ന് പറയാണ് പരീക്ഷിത്ത് മഹാരാജാവ്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.